Hi friends, good morning. So today it's our sixth day of mission 60 days, and I am standing in front of Sharjah Islamic Museum. Sharjah Museum of Islamic Civilization, Mathhaf al-Shariqa lil-Hadarat al-Islamiyya. Okay, so this is one of the important tourist place. Whoever visiting Sharjah and who is staying Sharjah, obviously you should visit this place. Okay, a lot of things are there to see and learn in that, and especially related to science, maths, astronomy, astrology, okay, and even art things also, and geography, history. There are a lot of things to learn and to see in this museum. Okay, and now because of Eidul Ijtihad, entry is free, and not only in the time of heritage days, 20 days heritage programs will be there in Sharjah. That time also it will be free. Other all times it is only 10 dirhams. Okay. So whoever visiting Sharjah or whoever are living Sharjah, obviously you should visit this place. Okay. And yesterday I visited Safari Mall. There were a lot of programs there. Even some programs I also attended some programs. Media One Eidul Ittihad program was there in one side, and one side food festival was there. Another side one program was there related to Quran, and they were conducting Quran quiz for the students and as well as the adults too. And the same way Quran recitation competition for the students and as well as adults too. It was one of the nice program, and even one quiz program I attended as a judge also. Okay, and everywhere Eidul Ittihad Day program is going on nowadays. And this is very wide and vast area. Okay, and behind also we can walk it. Furnish is just nearby here only. Khalidia Port is nearby. Okay, so this is very nice. So see you with tomorrow's updation. Okay, bye. Hi friends, good morning. അപ്പോൾ ഇന്ന് നമ്മുടെ ആറാമത്തെ ദിവസമാണ് മിഷൻ 30 ഡേയ്സിൻ്റെ ആറാമത്തെ ദിവസമാണ് ഇന്ന് ഞാനിപ്പോൾ ഉള്ളത് ഷാർജ മ്യൂസിയം ഓഫ് ഇസ്ലാമിക് സിവിലൈസേഷൻ അതിൻ്റെ മുന്നിലുള്ള കേട്ടോ. മച്ചഹഫ് ഷാരിഖ ലിൽ ഹദാറത്തുൽ ഇസ്ലാമിയ്യ, ഷാർജ മ്യൂസിയം അതിൻ്റെ മുന്നിലാണുള്ളത്. ഇത് വളരെ പ്രധാനപ്പെട്ടൊരു ടൂറിസ്റ്റ് പ്ലേസ് ആണ് ഷാർജയിലുള്ള. അപ്പോൾ ആരെങ്കിലും ഷാർജയിൽ വരുന്ന ആളുകൾ, ഷാർജ വിസിറ്റ് ചെയ്യുന്ന ആളുകൾ ഒബ്വിയസ്ലി വിസിറ്റ് ചെയ്യേണ്ട ഒരു പ്ലേസാണ് ഷാർജ മ്യൂസിയം. ഒരുപാട് സംഭവങ്ങൾ ഇതിലുണ്ട് കാണാനും പഠിക്കാനുള്ള. സയൻറ്റിഫിക് ആയിട്ടുള്ള, മാത്സുമായി റിലേറ്റഡ് ആയിട്ടുള്ള ആസ്ട്രോളജി, ആസ്ട്രോണമി ആവട്ടെ, അതുപോലെ തന്നെ ജിയോഗ്രഫി, ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട ഒരുപാട് സംഭവങ്ങൾ, അതുപോലെ യുഎഇൻ്റെ ഓൾഡ് ആൻഷ്യൻ്റ് കാര്യങ്ങളൊക്കെ ഇതിൽ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരുപാട് പഠിക്കാനൊക്കെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് പഠിക്കാൻ സ്റ്റുഡൻസിനും മുതിർന്നവർക്കും ഒക്കെ ഒരുപാട് സംഭവങ്ങൾ പഠിക്കാനുണ്ട് കേട്ടോ. അപ്പോൾ ആ മ്യൂസിയമാണിത്. മാത്രമല്ല ഇതൊരു നല്ലൊരു വിശാലമായൊരു സ്ഥലം കൂടിയാണ് കേട്ടോ. പിന്നെ ഇന്നലെ ഞാൻ വിസിറ്റ് ചെയ്ത സഫാരി മാളിലായിരുന്നു. അവിടെ ഒരുപാട് പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു കേട്ടോ. ഒരു ഭാഗത്ത് മീഡിയ വണ്ണിൻ്റെ ഈദുൽ ഇത്തിഹാദിൻ്റെ പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, ഒരു ഭാഗത്ത് ഫുഡ് ഫെസ്റ്റിവൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, അതുപോലെ തന്നെ മറ്റൊരു ഭാഗത്ത് ഖുർആൻ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാം നടക്കുന്നുണ്ട്. അവിടെ നല്ല വിശാലമായിട്ടുള്ള നല്ല സുന്ദരമായിട്ട് തന്നെ അവർ ആ പ്രോഗ്രാം കണ്ടക്ട് ചെയ്തിരുന്നു കേട്ടോ. ഖുർആൻ റിലേറ്റഡ് ക്വിസ്, വലിയവർക്കും ചെറിയവർക്കുമുള്ള ക്വിസ് കോമ്പറ്റീഷന്, അതുപോലെ തന്നെ ഖുർആൻ റെസിറ്റേഷൻ കോമ്പറ്റീഷനൊക്കെ അവിടെ നടന്നിരുന്നു. ഞാനും ഒരു ക്വിസിൻ്റെ ഒരു ഭാഗമായിട്ടുള്ള ജഡ്ജായിട്ട് അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ യുഎഇൻ്റെ പല ഭാഗങ്ങളിലും ഈദുൽ ഇത്തിഹാദ് ഡേയുമായി ബന്ധപ്പെട്ട് ഒരുപാട് പ്രോഗ്രാമുകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതൊരു ഉത്സവത്തിൻ്റെ കാലം തന്നെയാണ് ഈ ഒരു ഈദുൽ ഇത്തിഹാദ് ഹോളിഡേയ്സിൻ്റെ ഒരു കാലം എന്ന് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഇനി ഈ ഒരു ഏരിയ നല്ല വിശാലമായിട്ടുള്ളൊരു ഏരിയയാണ്. ഷാർജ കോർണിഷിൻ്റെ തൊട്ടടുത്താണുള്ളത്. അതുപോലെ ഖാലിദിയ പോർട്ടൊക്കെ ഇവിടെ തൊട്ടടുത്താണുള്ളത്. ഓക്കെ, അപ്പോൾ ആരെങ്കിലും ഷാർജയിൽ വരുന്ന ആളുകൾ, ഷാർജയിൽ വിസിറ്റ് ചെയ്യുന്ന ആളുകളൊക്കെ എന്തായാലും വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലമാണ് കേട്ടോ ഷാർജ മ്യൂസിയം. അപ്പോൾ നാളത്തെ അപ്ഡേഷനുമായി വീണ്ടും കാണാം. ഓക്കെ, ബൈ.